ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് കൽമാസ ഉണ്ടാക്കുന്നത്. നമ്മളവിടെ പാൻ വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം വാട്ടിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഇട്ടിച്ച് അതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമ്മൾ നല്ലോണം മസാലയാക്കുന്നുണ്ട്. പിന്നെ ഇത് അരിപ്പൊടിയാണ്. നമ്മൾ മാവിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം കുഴക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മൾ കുഴച്ചതിന് ശേഷം നമ്മൾ അതിന് മസാല ഒന്ന് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിക്സ് എല്ലാം നല്ലോണം പരത്തിയതിന് ശേഷം നമ്മൾ ആവിയിൽ വെക്കുന്നുണ്ട്. നമ്മളെല്ലാം ആവിയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ പരത്തിയതിന് ശേഷം ഇത് ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഗൈസ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ആവിയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അങ്ങനെ നമ്മൾ ആവിയിൽ നിന്ന് എടുത്തതിന് ശേഷം തണിയാൻ വെച്ചിട്ടുണ്ട്. ഇത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ടിട്ട് പെരക്കിയ മസാലയിൽ നമ്മൾ മുക്കി പൊരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാനൊരു ഗിവ് അവേ വെക്കുന്നുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള നിയമങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മൾ അടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ വേഗത്തിൽ ഉത്തരം നൽകുന്നവർക്ക് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അങ്ങനെ നമ്മളെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മളെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൽമാസെല്ലാം റെഡി ആയിട്ട് നമ്മൾ തിന്നുന്നുണ്ട് ഗായ്സ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൽമാസാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.